Hello friends, how are you? Fine. എല്ലാം പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വെരി ഗുഡ് അല്ലേ? അപ്പം we have seen banyan tree with massive umbrella. Then there is a horegallu or a stone bench. You saw little Sudha playing under the shade of this massive umbrella. And horegallu, nearby you saw water in earthen pots, and Sudha's grandfather, his habit of coming and sitting on the stone bench and listening to the problems or listening to whatever the travelers, those who come there and sit and take rest, they talk and he listens about the summer, about his son, about farm work and so on. And then we saw the story moves to Mumbai, and here we find Sudha Murthy, the young lady working in a firm or a company, and she has many colleagues, Sahapravartaka. One of them is Ratna, and Ratna is a horegallu for those people there. That means then when we say now not that she is stone, when that we are speaking in figurative language, that people could take rest. That means when she would be having lunch, some people would go sit near her and tell everything, whatever they have, their problems, and she would just go on listening. And what are the effects, so to say, of this listening? In what way those people who go near her profit out of this, get benefit out of this? That's what we are going to see now. Now before that, you have incredulous, unbelievable, vishwasikan pattiyallatha. So very good word. You should learn and use it. It is incredulous to think that an angel will come here. ഇപ്പോൾ മാലാഹ അവിടെ വരുന്നുള്ളത് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവിശ്വസനീയമായ സംഗതിയാണ്. ഇറ്റ് ഈസ് ഇൻക്രെഡിലസ്. സിംപ്ലിസ്റ്റിക് മീൻസ് ലളിതമായ, സിമ്പിൾ എന്ന് പറയാൻ അത് സിംപ്ലിസ്റ്റിക് വ്യൂ. ഔട്ട്ലുക്ക് മീൻസ് വ്യൂ, സിംപ്ലിസ്റ്റിക് വ്യൂ, ലളിതമായ ഒരു ജീവിത വീക്ഷണം, ഔട്ട്ലുക്ക്, വീക്ഷണം എന്ന് പറയും. സോ many people, many great men have simplistic outlook on life. വലിയ ആളുകൾ നമ്മൾ വിചാരിക്കുകയാണ് അവരെപ്പോഴും വലിയ കാര്യം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് സാധാരണ ചിന്തിക്കുന്നത്. സിംപ്ലിസ്റ്റിക്. ഫോർ ദാറ്റ് യു ഹാവ് ബിക്കം എ റിയലി ഗ്രേറ്റ് മാൻ. അത് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിലേക്ക് എന്ത് സിമ്പിളായിട്ടാണ് മറ്റുള്ള ഇടപെടലും ജീവിത വീക്ഷണമൊക്കെ. സിംപ്ലിസ്റ്റിക് വ്യൂ. സിംപ്ലിസ്റ്റിക് വ്യൂ. പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ. പേഷ്യൻസ് മീൻസ് ക്ഷമ, അഫെക്ഷൻ സ്നേഹം. So what we should do is, when people come to you to talk, you should listen to them with patience and affection. നല്ല രണ്ട് വാക്കുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള രണ്ട് നല്ല വാക്കുകളാണ്, പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ. And next is hear them out. Hear them out means മുഴുവൻ കേൾക്കുക. Listen to the whole story. പറയുന്ന മൊത്തം അല്ല, ഇടയ്ക്ക് എനിക്ക് പണിയാണ് അങ്ങനെയല്ല. നമ്മളൊരാളിങ്ങനെ പറയാണ്ടിരിക്കുക, എനിക്ക് അങ്ങനെ വിഷമമുള്ള ബുദ്ധിമുട്ടാണ്, അവിടെ എനിക്ക് വേറെ പണിയുണ്ട്, അതായത് വെരി ബാഡ് മാനേഴ്സ്. ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യരുത്. സോ വെൻ പീപ്പിൾ കം ടു ടോക്ക് ടു യു ഷുഡ് ഹിയർ ദം ഔട്ട്. സോ മുഴുവനായിട്ട് കേൾക്കണം. അതാണ് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. വിത്ത് സിമ്പതി സഹാനുഭൂതി, വിതൗട്ട് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമില്ലാത്ത തീരുമാനം, അതിനെപ്പറ്റി ഒരു ജഡ്ജ്മെന്റ് പാടില്ല. ഒരു നമ്മൾ പറയല്ല അങ്ങനെയാണ്, അങ്ങനെ പറയരുത്. So you should listen to people with patience and without judgments. അത് അവരെ പറ്റി ഒരു കൺക്ലൂഷൻ ഒന്നും പറയരുത്, മനസ്സിലായില്ലേ? ഒരു വിധി പറയരുത്, ഇവനിങ്ങനെയാണ്, അങ്ങനെ പറയരുത്. അത് കേട്ട് കഴിഞ്ഞ നമ്മളിപ്പോൾ ചിലർ ഓരോ കാര്യമൊക്കെ നമ്മൾക്ക് വന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അവനങ്ങനെയാണ്, അതാണ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയരുത്. ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, ഓപ്പൺ ഹാർട്ട് ആയിരിക്കണം. സിമ്പതി, ലവ്. സോ ലിസൺ ടു പീപ്പിൾ വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു കൗൺസിലറിന് വേണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. കൗൺസിലേഴ്സ് ജഡ്ജ്മെന്റ് വിധി പറയരുത്.
ഒരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഇവനാണ് പോക്കാം, അത് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത്. And then a lot of strain means ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. A lot of suffering that you have, a lot of strain. Listening to people needs a lot of strain. ചുമ്മാ നമ്മൾ വിചാരിക്കും കേട്ടോണ്ടിരിക്കുന്ന സുഖമാണോ, വലിയ സുഖമൊന്നുമില്ല. 2-3 പേരുടെ കഥയെ കേട്ടിട്ട് നമ്മൾ മടുക്കും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന കാലത്ത് ഓരോ ടീച്ചറിനും കുറേ കുട്ടികളെ ഇങ്ങനെ കൊടുക്കും. അവരുടെ കാര്യങ്ങൾ, അവരുടെ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ തന്നെ നടത്തണം. ഒരു 3 പേരൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മടുക്കും. അതാ ഞാൻ പറഞ്ഞു, അനുഭവം ഉണ്ടെന്ന് ഞാൻ പറയും. സോ ലോട്ട് ഓഫ് സ്ട്രെയിൻ. സം പീപ്പിൾ സ്പീക്ക് വിത്ത് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ. ചിലർ സംസാരിക്കുന്നുണ്ടല്ലോ, ചിലർ വളരെ സിമ്പിളായിരിക്കും. സ്ട്രെയിൻ. ഔട്ട്ലെറ്റ് മീൻസ് ഒരു ഓപ്പണിങ്. പ്രഷർ കുക്കർ കണ്ടിട്ടില്ലേ, ഒരു ഔട്ട്ലെറ്റ് ഇല്ലേ, അതല്ലേ ഓപ്പണിങ്. സോ ദർ ഷുഡ് ബി എൻ ഔട്ട്ലെറ്റ് ഫോർ എവരിബഡീസ് ഗ്രീവൻസസ്. എല്ലാവരുടെയും സങ്കടങ്ങൾ പറയാൻ ഒരു ഓപ്പണിങ് വേണം, ഒരു ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റ് റേഷൻ ഷോപ്സ് ആർ ഔട്ട്ലെറ്റ്സ്. അത് ഓപ്പൺ ചെയ്തിരിക്കുക, നമുക്ക് സാധനങ്ങൾക്ക് വാങ്ങിക്കാം. ഗവൺമെൻറ്റ്സ് ഔട്ട്ലെറ്റ്സ്, outlets. Then relief means to get comfort. Ashwasam. So there are take medicine and relieve your pain. There are painkillers. Take medicine and relieve your pain. Medicine കഴിച്ചുകഴിയുമ്പോൾ പെയിൻ ആശ്വാസം കിട്ടും, വേദനയിൽ നിന്ന് ആശ്വാസം. വേദന സഹായി പെയിൻ റിലീവേഴ്സ് അങ്ങനെ പറയുന്ന ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. പെയിൻ റിലീവേഴ്സ്, വേദന ഇല്ലാതാക്കുന്ന മരുന്നുകൾ. ബ്രേക്ക് ദ കോൺഫിഡൻസ്. ബ്രേക്ക് ദ കോൺഫിഡൻസ് ഈസ് മീനിങ് ഈസ് ബിട്രയൽ. അടുത്തടുത്ത് തന്നുണ്ട്. ബ്രേക്ക് ദ കോൺഫിഡൻസ് മീൻസ് ബിട്രയൽ. ബിട്രയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ കൊടുക്കുക, അതാണ് നമ്മൾ അതിൻ്റെ വിശ്വാസവഞ്ചന കാണിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബ്രേക്ക് ദ കോൺഫിഡൻസ്. ബോത്ത് ആർ റിലേറ്റഡ്. ഡോണ്ട് ബ്രേക്ക് ദ കോൺഫിഡൻസ് ഓഫ് അതേഴ്സ് ഹു ടെൽ തിങ്സ് ടു യു. എന്നുവെച്ചാൽ ആൾക്കാർ നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്ത്. കോൺഫിഡൻസ് ആണ് വിശ്വാസം. അതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്? ഇപ്പം നമ്മളോട് ഒരാൾ പറഞ്ഞു, നമ്മൾ വേറൊരാളോട് പറഞ്ഞു, അങ്ങനെ പോകും. അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മളോട് പറയുമ്പോൾ ക്ലോസ്, നമ്മൾ വേറെ ആരോടും പറയരുത്. ചിലർ സാധാരണ ചെയ്യുന്നതെന്ന് ഒരാൾ വന്ന് പറയും, സാറേ ഇത് ആരോടും പറയരുത്. ഞാൻ അടുത്ത ആരോട് പറയും, അല്ലാതെ ഇത് ആരോടും പറയരുത് കേട്ടോ. ആ പുള്ളി വേറൊരാൾ പറയും, ആരോടും പറയരുത്. ഇങ്ങനെ ആരോടും പറയരുത്. ഒരു സിനിമ പാട്ടില്ല, ആരോടും പറയരുത് എന്ന് പറയുന്നത്. അവസാനം എല്ലാവരും അറിയും. അങ്ങനെയല്ല. When somebody comes and tells you something in confidence, നമ്മളെ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നത്, should not break that confidence. Then betrayal, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒറ്റ വിശ്വാസവഞ്ചന ചെയ്യുകയാണ്. Don't betray your friends. ചിലരുണ്ട് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ കൂടും, എന്നിട്ട് അവർ നമ്മളെ വഞ്ചിക്കും. It's called betrayal. കേട്ടില്ലേ? ജൂഡാസ് betrayed ജീസസ് ക്രൈസ്റ്റ്. കേട്ടിട്ടില്ലേ? ഒറ്റ കൊടുത്തുന്നതാണ്. Then gossip about. Gossip എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള വർത്താനം പറയുന്നത്, ഒരു അർത്ഥമില്ലാതെ ചുമ്മാ വാര അടിച്ചുള്ള നടക്കുക, അതാണ് gossip about. It's not good to gossip about other people. മറ്റുള്ളവരെ പറ്റി ചുമ്മാ പറയുക, അതൊന്നും പറയണം നടക്കാവുന്നത്. It's not good to gossip about others. മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും മോശമല്ല, ചുമ്മാ അങ്ങ് പറയുന്നത് അവനാണ്, അത് ശരിയല്ല. ഗോസിപ്പിംഗ്. Then words are secure. Words are secure means what I say would be safe in your hands. See, a friend of mine comes to me and tells about his problem. Then he believes that his words are secure in me. Security secure in me means safe in me. Safe. Then a short while, കുറച്ച് സമയത്തേക്ക്. You can stand up for a short while. സ്വല്പ സമയത്തേക്ക് വേണം എഴുതിക്കാം, അല്ലെ ചിലപ്പോൾ മടുത്തു പോയി. And 14, pick themselves up means take self എടുക്കുക എന്ന് പറയില്ല. Pick themselves up, self എടുക്കുക. Pick themselves up. Now you go, somebody comes and tells you you have problems, and then what do? You listen to them, and then you go on listening. When after some time they will feel that their burden, they have
they have put the burden down on a bench or something like that. And then afterwards they will become refreshed. Then they can pick themselves up. For example, ഒരു രോഗി മരുന്ന് കഴിച്ച് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്വയമേ നിൽക്കാൻ പറ്റും എന്നുള്ള നിൽക്കാന്ന് പറഞ്ഞാൽ കാലം നിൽക്കാന്നുള്ള അർത്ഥത്തില്ല, സ്വയമായിട്ട് ജീവിക്കാൻ തുടങ്ങാം എന്നുള്ള അർത്ഥത്തില്ല. So pick yourself up. See, after you, now we are going to complete the 4th lesson. I think from 5th lesson onwards you can pick yourself up. തന്നെ തന്നെ വായിച്ചെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞത് and then carry on means continue. Suppose some disturbance outside, then teacher will say, no, carry on. നിങ്ങളുടെ ജോലി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം. ഒരു ബസ് ആക്സിഡന്റ് ആയി വലിയ ഒച്ച കേട്ടു, എല്ലാവരും അങ്ങോട്ട് നോക്കി, അദ്ദേഹം ടീച്ചർ carry on. Exam എഴുതുവാണെങ്കിൽ carry on means continue. So then you have got uncannily means mysteriously മനസ്സിലാകാൻ പറ്റിയാത്ത രീതി, mysteriously. Because in this story, so she says that when I saw Ratna and her way of doing things, uncannily I remembered my father, mysteriously I remembered my grandfather. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. ഒരു മിസ്റ്ററി പോലെ എനിക്ക് തോന്നുന്നു, ഒരു രഹസ്യം പോലെ എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനത്തെ ആൾക്കാർ പല സ്ഥലത്ത്, ഒരാൾ കർണാടകയിൽ, മറ്റൊരാൾ ബോംബെയിൽ. കണക്ഷൻ uncannily, mysteriously. So when I opened my eyes, uncannily I saw an angel standing. I felt that incident. That was uncannily I remembered the story in my younger days. See, when I saw an angel, uncannily I remembered a story about angels in my childhood. ഒരു ഏഞ്ചൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാൻ മിസ്റ്റീരിയസ് ആയിട്ടും എൻ്റെ ചെറുപ്പത്തിലെ ഏഞ്ചൽസിനെ പറ്റിയുള്ള കഥകൾ ഓർത്തു. അതാണ് then next one is uncannily. വളരെ നല്ലൊരു വാക്കാണ്. You must use it, and you should use it in the right place. Then access to great wealth means, access means having an opening. Here it means having great wealth. വലിയ പണക്കാർ. People who don't have access to great wealth, they are very kind. വലിയ പണക്കാരനല്ലാത്തവരാണ് സാധാരണഗതിയിൽ വളരെ ദയവ് കാണിക്കുന്നത്. വലിയ പണക്കാരൊക്കെ there are exceptions. For example, Sudhamurthy and Narayanamurthy, that's a different thing. But normally what I have found is that middle class people, simple people, they are kinder than people who have access to great wealth. Access to great wealth, having great wealth, opening to great wealth. That is access to great wealth. എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് വായിക്കുകയാണ്. And then it continue. So I was young and incredulous at such a simplistic outlook. What is simplistic outlook? She said that they come, they sit here, they listen to me, and I am sure that they go back in a comforted and with a comfortable mind. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. Incredulous. ആ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. That is simplistic outlook. ഒരാളുടെ വന്നിരുന്നു പറയാൻ വർത്താനം പറഞ്ഞ ആ പുള്ളിക്ക് എന്നാ ഗുണം കിട്ടുന്നത്, അതെനിക്ക് അന്ന് വിശ്വസിക്കാൻ പറ്റില്ല. But Ratna answered with the same patience and affection that she must have used with all my colleagues. So with whomever she speaks with the patience and affection, listens with patience and affection. So to me also, she did the same thing. When I asked this question, what do the people who come to you benefit? നിൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ അവർ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വളരെ പേഷ്യൻസോടുകൂടി, ക്ഷമയോടും അഫെക്ഷൻസ്, സ്നേഹത്തോടും കൂടി മറ്റുള്ള എല്ലാവരോടും സംസാരിക്കുന്ന പോലെ, മറ്റെല്ലാ സഹപ്രവർത്തകരോടും സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചു. And what did she say? I am not a trained counselor or an intellectual. No one can solve your problems. You have to do it yourself. Then, അതാണ്
പറഞ്ഞത് ഐ എം നോട്ട് എ ട്രെയിൻ കൗൺസിലർ. ഞാൻ അങ്ങനെ കൗൺസിലർ ആകാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് പഠിത്തമൊന്നുമില്ല അങ്ങനത്തെ. ഓർ ഇൻ്റലക്ച്വൽ, വലിയ ബുദ്ധിമതിയുമാണ്. പിന്നെ വാട്ട് ഡു ഐ ഡു ഈസ് ദാറ്റ് ആൻഡ് നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ്. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ പ്രശ്നം ആർക്കെങ്കിലും പരിഹരിക്കാൻ പറ്റിയത് ഞാൻ വേണം നിങ്ങളെല്ലാവരോടും എൻ്റെ പ്രശ്നം തുറന്നു പറയാം, നിങ്ങൾ മുമ്പിൽ കരയാം. പക്ഷെ എന്നാ പ്രയോജനം? എൻ്റെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യണം. നിങ്ങൾ കേൾക്കും, ഇത്രയേ ഉള്ളൂ. കേട്ടാൽ കുറേ പേര് ചിരിക്കും, കുറേ പേര് കരയും, കുറേ പേര് പറയും വേറെ പണിയുണ്ടെങ്കിൽ നോക്കാൻ പറയും, അല്ലേ? ശരിയല്ലേ? അതൊക്കെയാണ്. പക്ഷേ she says that that's a fact. Nobody can solve your problems. You have to solve your own problems. Others can help. So no one can solve your problems. You have to do it yourself. Do it means solve the problem yourself. Then how do you help them? By listening to them, I asked. എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് എങ്ങനെ അവരെ സഹായിക്കുന്നത്? God has given me 2 ears to listen to others. എനിക്ക് ദൈവം 2 ചെവി തന്നിട്ടുണ്ട്. ആ ചെവികൾ കൊണ്ട് ഞാൻ നോക്കും. We have already seen that she goes along with an infectious, an infectious cheerfulness. പറയുകയാണെങ്കിൽ ചന്ദ്രൻ തൻ്റെ നമ്മൾ പറയല്ലേ ഇങ്ങനെ ശാന്തമായിട്ടുള്ള മനുഷ്യനെ പറ്റി പറയല്ലേ, അമ്പിളിയമ്മാവൻ അല്ലെങ്കിൽ ചന്ദ്രൻ പാലൊളി തൂകുന്നത് പോലെ, പാലൊളി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശം ഇങ്ങനെ തൂകുന്നത് പോലെ അവർ ചിരിച്ച് കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അതേ രീതിയിലുള്ള ഫീലിംഗ് ഉണ്ടാകും, അല്ലേ? ഒരു നിറചന്ദ്രൻ ഇവിടെ ആകാശത്ത് നിൽക്കുകയാണ്, യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മളതിന് പറഞ്ഞ പാലൊളി വിതറുക എന്നാണ് പറയുന്നത്. ആ ഒരു ലൈറ്റിന്, ആ ചന്ദ്രൻ്റെ ആ ലൈറ്റ് പ്രകാശത്തിന് നമ്മൾ പറയുന്ന പാലൊളി വിതറുക. അല്ലെ നമ്മൾ പറയല്ലേ രാവ് മുങ്ങി കുളിച്ച് കിടക്കും എന്ന് പറയും. ഇതൊക്കെ വലിയ എന്നാ സാഹിത്യം വേണം പറയാം, അല്ലേ? ചന്ദ്രൻ്റെ രശ്മികളിൽ രാവ് മുങ്ങി കുളിച്ച് കിടക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചിരി, ഈ സന്തോഷത്തിൽ ബാക്കിയുള്ള എല്ലാവരും മുങ്ങിക്കുളിച്ച് കിടക്കും. ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. So there you are. So God has given me 2 ears to listen to others. I do that. I hear them out. That is important. പകുതിക്ക് നിർത്തരുത്. I hear them out full. And then what happens to them? Sympathy and without judgment. That's the point. മുൻവിധിയോടുകൂടി ഒരിക്കലും ഒരാളുടെ കാര്യം കേൾക്കരുത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടിയെ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുക. ഇപ്പോൾ ടീച്ചർ വിളിച്ചു ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി, നീ എപ്പോഴും ഇങ്ങനെ ഉറങ്ങാണ്, നിന്റെ പണി ഇതാ ഇങ്ങനെ എന്നൊക്കെ മുൻവിധിയോടുകൂടി പറയരുത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പെട്ടെന്ന് ഞാൻ വാങ്ങി തീർക്കാം, ഇതിനുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട്. ഒരു കുട്ടി പകൽ ക്ലാസ്സിൽ കിടന്നുറങ്ങുന്നു. ഈ ടീച്ചറിന് ഭയങ്കര അരിശം വന്നു, എന്നെ ഇൻസൾട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. പോയി അവൻ പിന്നെ വന്നില്ല, ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നില്ല. ഒരു ദിവസം ഈ ടീച്ചർ കുടുംബസമേതം ഫിലിം ഷോ കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരിക. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവനെ കണ്ടു. അപ്പോൾ അവൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അവനവിടെ നിന്നിട്ട് ബോർഡ് എഴുതുക, ഈ പരസ്യ ബോർഡൊക്കെ ഇല്ല എഴുതുക. ടീച്ചറിന് അത്ഭുതം തോന്നി എന്നോട്, നീ ഇങ്ങനെ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഒരു പാവം, എനിക്ക് വീട്ടിൽ വരുമാനമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ രാത്രിയിൽ എനിക്കിങ്ങനെ ഈ കല അറിയാം, രാത്രിയിൽ വന്ന് ഇത് എഴുതും, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നു പറയാം. ആ ടീച്ചർ പൊട്ടിക്കരഞ്ഞു. അതാണ് മുൻവിധിയോടുകൂടി ആരെയും നമ്മൾ സമീപിക്കുന്നത്. ടീച്ചർ വിചാരിച്ചതന്നെ ഇവൻ എന്നെ കളിയാക്കുക, ഉറങ്ങും, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇതിരുന്ന് ഉറങ്ങുന്നു, അത് എനിക്കൊരു ഇൻസൾട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഇറക്കി വിട്ടു. ടീച്ചർ പിന്നെ ആ നല്ല ടീച്ചറായതുകൊണ്ട് ടീച്ചർ വാസലേക്ക് രത്ന, സോ അങ്ങനെയായിരുന്നെങ്കിൽ ഇറക്കി വിടിയല്ലേ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലേ? അങ്ങനെയല്ല,
അന്നേരം ആ ഒരു വിഷമത്തിൽ അങ്ങനെ വിട്ടു. ടീച്ചർ ഇന്ന് അവനോട് ക്ഷമ പറഞ്ഞിട്ട് പറയും, നീ ഇരുന്ന് ഉറങ്ങുമോ, എന്ത് വേണേൽ ചെയ്തു, പ്ലീസ് കം ബാക്ക് ടു യുവർ ക്ലാസ് എന്ന് പറയും. അതാണ്. സോ ഡോണ്ട് ലിസൺ ടു പീപ്പിൾ വിത്ത് ജഡ്ജ്മെന്റ്. ഡു ഇറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതാണ്. ഓപ്പൺ മൈൻഡ് ആയിരിക്കും. When a person in trouble or under a lot of strain, same thing, trouble or strain, വിഷമത്തിലാകുമ്പോൾ finds an outlet for his worries, it relieves half of his burden. So, first and foremost, I am an outlet for their worries. Secondly, it relieves them. അവർക്കൊരു ആശ്വാസം കിട്ടുന്നു. ഒന്നാമത്തെ കാര്യം എൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു ഓപ്പണിംഗ് ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ആശ്വാസം കിട്ടും. അതാണ്, അങ്ങനെയാണ് കിട്ടുന്നത്. അല്ല ഞാൻ അവരുടെ പ്രശ്നമൊന്നും സോൾവ് ചെയ്യാൻ പോകുന്നില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. ഐ എം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ, ഐ എം നോട്ട് എൻ ഇൻ്റലക്ച്വൽ. ഞാനൊരു ട്രെയിൻഡ് കൗൺസിലറല്ല, ഞാനൊരു ഇൻ്റലക്ച്വൽ അല്ല. അതാണ് അവർ പറയുന്നത്. ഇത് സത്യം. ഐ തോട്ട് ഫോർ സംതിങ് and such. But don't you ever break the confidence and tell others the secrets you hear, even by mistake? Well, Sudhamurti again, don't you ever break their confidence by mistake? കാര്യങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവർ നിന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം ചിലപ്പോഴെങ്കിലും തെറ്റിക്കാറില്ലേ? ബൈ മിസ്റ്റേക്ക്, അറിയാതെ. So I thought for some time myself, but don't you ever break the confidence? അവരുടെ ആ വിശ്വാസം നീ വല്ലപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യാറില്ലേ? and tell others the secrets you hear even by mistake. ഇവരൊന്ന് സീക്രട്സ് ഒക്കെയാണല്ലോ പറയുന്നത് ജീവിതത്തിൽ. അത് നീ മറ്റുള്ളവർ പറയാറില്ലേ? No, not even in my dreams. Never. Even in my dreams. The സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. I consider that to be the worst kind of betrayal. That to be means what? Breaking the confidence. Worst. Bad, worst, superlative. Worst kind of betrayal. വിശ്വാസവഞ്ചന. അതാണ് ഏറ്റവും വലിയ നീചമായ വിശ്വാസവഞ്ചന. ഒരാൾ പറയുന്ന രഹസ്യങ്ങളെല്ലാം ചോർത്തി മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഐ വിൽ നെവർ, ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ. അത് വലിയ പാപമാണെന്ന് പറയുന്നത്. ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് someone's confidence. They tell me their worries because they know I will never talk about it. Why are these people coming and telling me their worries, opening their heart, considering me as an outlet, and considering me as a place where they get some relief? Because they are sure, 100% sure that I will never tell these secrets to others. That is the reason. Never. And this is never talk about it or gossip about it. Gossip. കാര്യമില്ലാത്ത വർത്താനം പറയുന്നത് വായാടിയായിരുന്നു. ഗോസിപ്പ്. Gossiping means വായാടിയാകാന്നുള്ളതാണ്. Gossip about it to another person. Only when they know their words are secure with me, they have got a 101% trust in me, secure with me. Can they talk to me freely? അല്ല ഞാൻ പറയുന്ന കാര്യം അയാൾ വേറൊരാളോട് പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ മിണ്ടത്തില്ല, അതിനെ കാണുമ്പോൾ ഓടും. So Ratna is not like that. She is extremely decent. She says, if I share that person's secret with somebody else, that the worst sin, that is the worst betrayal, that I will never do, she says. This way, I relieve their burden for a short while, till they are ready to pick themselves up and carry on with their journey. Journey means journey of life. അവരുടെ ജീവിതയാത്ര.
കുറച്ച് സമയത്തേക്ക് ഞാൻ കേൾക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും, റിലീഫ് കിട്ടും. റിലീഫ് എന്ന് പറയരുത്, അത് കിട്ടും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് പിക്ക് ദംസെൽസ് അപ്പ്. അതാണല്ലോ ഞാൻ പറയുന്നത്, 4 ലെസൺസ് കഴിയുമ്പോൾ നിങ്ങൾ പിക്ക് യുവർ സെൽഫ് അപ്പ്. അങ്ങനെയുണ്ട്, നല്ല ഐഡിയ, അങ്ങനെ വേണം. അതാണ് ഹെർ വേർഡ്സ് അൺകാനിലി, കണ്ടോ, മിസ്റ്റീരിയസ്ലി, സ്ട്രേഞ്ച്ലി, മിസ്റ്റീരിയസ്, വളരെ ഒരു അത്ഭുതം തോന്നൊക്കെ മാതിരി, അത്ഭുതം തോന്നുക എന്നൊക്കെ പറയുക. ഹെർ വേർഡ്സ് അൺകാനിലി എക്കോ, എക്കോ എക്കോ എന്ന് പറയാറില്ലേ, പ്രതിബിക്കുക അല്ലേ, അടിക്കാൻ നമ്മൾ പോകുമ്പോൾ തിരിച്ച് എക്കോ വരികയില്ലേ, അതുപോലെ. സോ ദാറ്റ് ഈസ് എക്കോ. മൈ ഗ്രാൻഡ് ഫാദേഴ്സ് sitting on the stone bench under the banyan tree. Uncannily, I felt, oh, what a mystery this. വളരെ ആശ്ചര്യകരമായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ വേണം പറയാം, ആശ്ചര്യകരം. അൺകാനലി, ആശ്ചര്യകരമാണ്. ഞാനിത് കേട്ടപ്പോൾ ഉടനെ ആശ്ചര്യകരമായിട്ട് എനിക്ക് തോന്നി, എനിക്ക് ആശ്ചര്യം വന്നു. എന്ത്, ഓ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇത് തന്നെയാണോ ചെയ്തുകൊണ്ടിരുന്നത്. How I connected both this. Uncannily echoed. Perhaps in their own small ways, there means 2 people here. One is my grandfather and the other is Ratna. Without access to great wealth, some people are very wealthy and sometimes they do good things to others, like this Infosys Foundation. അത് വേറെ ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാം. ഗുഡ് സമയത്ത് നല്ല സമ്പ്രദായക്കാരുടെ കാര്യം. യെസ്, perhaps their own way, small ways, without access to great wealth, these people were doing tremendous social service. Tremendous, ഭയങ്കരമായ, ഇത് നല്ല അർത്ഥത്തിലാണ്, ഭയങ്കരമായ സാമൂഹ്യ സേവനം, സോഷ്യൽ സർവീസ്. ചെറിയ രീതിയിൽ എന്നാ അവർ ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നില്ല, വീട് കെട്ടി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ സ്കൂളുണ്ടാക്കി കൊടുക്കുന്നില്ല, ഇതൊന്നുമില്ല. പിന്നെന്താ, മറ്റുള്ളവർ പ്രശ്നം കൊണ്ട് വരുമ്പോൾ സാവധാനം അവിടെ ഇരുന്ന് വളരെ സ്നേഹത്തോടു കൂടി, ഒരു മുൻവിധി ഇല്ലാതെ മുഴുവൻ കേൾക്കുക. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ പറയുന്ന ആൾക്കൊരു സുഖം കിട്ടും, അല്പസമയത്തെങ്കിലും, എ ഷോർട്ട് വൈ. Then they will develop themselves. That is it. Social service. No one thought of acknowledging their work. Acknowledging. To acknowledge something means അതിനെ അംഗീകരിക്കുക. ഒരു അംഗീകാരമില്ല, ആരും അംഗീകരിക്കുന്നത്. ഒരാൾക്ക് ആർക്കെങ്കിലും ഇപ്പം നമ്മൾ കുറേ പൈസ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 രൂപ സംഭാവനയാണെങ്കിൽ, പ്രസ് ന്യൂസ് പേപ്പറിലെ ആൾക്കാരെ വിളിച്ച് ചിരിച്ചുണ്ട്. അത് കൊടുക്കുന്നയാളല്ല നോക്കുന്നത്, ന്യൂസ് പേപ്പറിൽ അല്ലേ, ഫോട്ടോ അവിടുന്ന് ഫോട്ടോ. അതാണ് നമ്മൾ അംഗീകാരം വാങ്ങിക്കണം. അപ്പം നാട്ടുകാരെല്ലാം പറയുമോ, എന്തൊരു നല്ല മനുഷ്യൻ, ഇതങ്ങനെ ഒന്നുമില്ല, ആരും അറിയുന്ന പോലുമില്ല. അതാണ് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം, ആരും അറിയുന്ന പോലില്ല. അതാണ് നോട്ട് അക്നോളജിങ്. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക് or rewarding them for it. Reward. അവർക്കൊരു പാരിതോഷികം പോലും കൊടുക്കുന്നില്ല, അല്ലേ, rewarding them for it, but they continue to do so, as those acts of kindness gave them joy. Without acknowledgement, without reward, they continue to do so, continue to do this little service. They don't get anything. Nobody says it is good. No acknowledgement, nothing else. But they continue these acts of kindness. ഈ സ്നേഹത്തിൻ്റെ, ദയയുടെ പ്രവൃത്തികൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. If ever now I happen to pass through Horagulu, pass a Horagulu, happened, സംഭവിച്ച എവിടെയെങ്കിലും വെച്ച് ഞാൻ ഹൊരഗുള്ളു കാണുവാണെങ്കിൽ, ഇൻ എ വില്ലേജ്, ഐ റിമെമ്പർ ദം, 2 persons, my grandfather and Ratna, and wish there were many more of them in this world.
എല്ലാ തരത്തിലും. ഏതെങ്കിലും പഠിക്കാൻ എതിലെങ്കിലും പോകുമ്പോൾ ഒരു പഴയകൊണ്ട് കാണുമ്പോൾ ഞാൻ എൻ്റെ വല്യപ്പച്ചനെയും എൻ്റെ സഹപ്രവർത്തകരെയും ഓർക്കും. അങ്ങനെ ധാരാളം പേര് ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വാട്ട് എ ബ്യൂട്ടിഫുൾ എൻഡിങ് അല്ലേ! ഇത്ര മനോഹരമായൊരു എൻഡിങ് ആണ് ഈ ചെറിയ സ്റ്റോറി. ഇതാണ് ഇപ്പം നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയതിനെ പറ്റി പറഞ്ഞത് ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്നുള്ളത്. റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റി പറഞ്ഞ തുടക്കത്തിൽ വായിക്കുമ്പോൾ നല്ല രസം തോന്നും, അവസാനിക്കുമ്പോൾ നല്ലൊരു വിസ്ഡം നമുക്ക് നമ്മുടെ ഒരു ബോധത്തിനൊരു ഉദയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഒരു പക്ഷേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് പഠിച്ചിട്ടുള്ളത്. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ഒരു മഞ്ഞുകാലത്ത് ഒരു വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ ഒരു യാത്രക്കാരൻ നിൽക്കുന്നു. കുതിരപ്പുറത്ത് പോകുന്ന ഒരു യാത്രക്കാരൻ നിൽക്കുന്നത് അത് കണ്ട് അയാൾ ഇങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. നമുക്കും ആനന്ദം വരും. പറഞ്ഞാൽ ഫില്ലിംഗ് വിത്ത് സ്നോ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്. ഫില്ലിംഗ് വിത്ത് സ്നോ, ഇത് രസമാണ് അല്ലേ? ആരും ഇല്ല, കാം ആൻഡ് ക്വയറ്റ്. അങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ സ്നോ കൊണ്ട് ഇങ്ങനെ അവിടെ എല്ലാം നിറയാണ്. അത് കണ്ടിങ്ങനെ യാത്രക്കാരൻ നല്ല സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമ്പം പുള്ളി കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ കുതിര ഒരു ബെല്ലം അടിച്ചു. ഹാർനസ് ബെൽ, കടിഞ്ഞാലിലുണ്ടായിരുന്ന ബെൽ ജസ്റ്റ് തലയിൽ നൽകി. പെട്ടെന്ന് എനിക്ക് ബോധം വരികയാണ്. അയ്യോ, ഇങ്ങനെ നിന്ന് എൻ്റെ ജീവിതം നശിക്കുമല്ലോ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓർക്കുന്നുണ്ടോ അതിൻ്റെ അവസാനം പറഞ്ഞു മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. അതാണ് വിസ്ഡം. മറ്റേന്നാ ഡിലൈറ്റ്, സന്തോഷം. നമ്മളിങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുകയാണ്. അതിന് കൂടുതൽ സമയം മൊബൈലിൽ നിന്നും സമയം കളയരുത്. അങ്ങനെ പോയാൽ എന്ത് പറ്റും? നമ്മുടെ ജീവിതം നിന്നു. ദെർ വിൽ ബി നോ പ്രോഗ്രസ് ഇൻ അവർ ലൈഫ്. ഏതൊരു കാര്യം, ഒത്തിരി നല്ല കാര്യങ്ങൾ ലോകത്തിലുണ്ട്, അതിനകത്തൊക്കെ നമുക്ക് ഇടപെടാം. പക്ഷെ അതിലേക്ക് മുഴുവൻ സമയം ചെലവഴിക്കരുത്. അതിനുള്ള എന്തൊരു വലിയൊരു പാഠമാണ്. ശരിയല്ലേ? കൊച്ചൊരു കാര്യമാണ്. ബിഗിനിങ് വിത്ത് ലൈക്ക് ദിസ്, പക്ഷെ അവസാനിക്കുന്നത് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്നുള്ള ദോസ് ലൈൻസ് ഉണ്ടല്ലോ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു എന്തൊരു ഭയങ്കര സംഭവം അറിയാം. 2 ലൈൻ സിമ്പിൾ. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ. പ്രോമിസസ് ടു കീപ്. എനിക്ക് ഒത്തിരി പ്രോമിസ് ഉണ്ട്, മീൻസ് ഒത്തിരി ജോലി കിടപ്പുണ്ട്. അതെല്ലാം നശിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇത് കണ്ടിങ്ങനെ എന്താ ചിലപ്പോൾ നേരം വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു മഞ്ഞകെട്ടായി പോകും. അത് പോയേക്കാൻ വിചാരിച്ചു. സോ ദാറ്റ് ഈസ് അതുപോലത്തെ ഒരു എൻഡിങ് അല്ലേ ഇത്? എന്ത് രസമാണ്. അതാണ് സുധാമൂർത്തിയുടെ കഥകളൊക്കെ പറയുന്നത്. കഥകളെ പറ്റി പറയുന്നതാണ്. വളരെ രസകരമായിട്ട് തുടങ്ങി അവസാനം വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കും. ഇതിപ്പോൾ ഒരു വലിയ പാഠമല്ലേ എനിക്ക്. Whenever I happen to see a Horaguru, think of those 2 people, and then I wish. What is my wish? There are many more people like that in this world who go around the society with infectious cheerfulness and willing to hear other people out, listen to their problems and relieve them, give them comfort. ഇതല്ലേ ജീവിതം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സമാധാനം കൊടുക്കുക, ഒരു സന്തോഷം കൊടുക്കുക, അല്ലാതെ എന്നാ ജീവിതം? ജീവിതത്തിൻ്റെ അർത്ഥമാണ്. വലിയൊരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്, വലിയൊരു മീനിങ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം കഥയെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ലാസ്റ്റ് മെയിൻ പോയിന്റ്സ് പറഞ്ഞിട്ട് നമുക്കിന്ന് പിരിയാം. Then we will continue discussions. We will keep for tomorrow. So main points you can see. Sudhamurti was incredulous. സുധാമൂർത്തിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമെന്നുള്ളത്, ഒരാളോട് സംസാരിച്ചാൽ വല്ല ഗുണം കിട്ടുമെന്നുള്ളത്. Then Ratna was not a trained counselor or an intellectual, but she listened to everyone with sympathy and without making any judgment. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരാളെ കാണുമ്പോൾ ഒരാൾ നമ്മളോട് ഒരു പ്രശ്നം പറയുമ്പോൾ ഇവൻ ഇങ്ങനത്തവനാ, അങ്ങനെ ചിന്തിക്കരുത്.
മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ ഈ കുറച്ച് കുട്ടികളെയൊക്കെ അവരുടെ രീതി കാണുമ്പോൾ ഇവൻ എന്നാ ഒരുത്തനാണ്, പക്ഷെ അവൻ അങ്ങനെ അല്ല. അവനോട് സംസാരിച്ച് മനസ്സിലാവും അവൻ വളരെ സോഫ്റ്റ് നല്ലൊരു കുട്ടിയാണെന്നുള്ളത്. ഞാൻ പറയല്ലോ ആ പെയിൻറ്ററിന് പെയിൻറ് ചെയ്യുന്നു, രാത്രി പോയി പെയിൻറ് ചെയ്ത് കാശുണ്ടാക്കി അപ്പനും അമ്മയ്ക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ കൊച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നു. ആ ടീച്ചറാണ് എന്ത് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയത്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ടീച്ചറിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ, ആരൊക്കെയാണെങ്കിലും അത് തോന്നും. പക്ഷേ നമ്മളത് അടുത്ത് കഴിയുമ്പോഴാണ് അറിയുന്നത്. സോ വിത്തൗട്ട് മേക്കിംഗ് എനി ജഡ്ജ്മെന്റ്, അതാണ് ഏറ്റവും പ്രധാനം. Ratna would never betray the confidence and tell others the secrets she had even by mistake. അതൊരു ക്യാരക്ടറിസ്റ്റിക് of Ratnയാണ്. ആരോടും പറയുകയില്ല, അല്ലെ അറിയാതെ പോലും പറയുക. And then Ratna reminded Sudhamurti of her grandfather's words and the horrible. എൻ്റെ അവസാന ഭാഗം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. നമ്മൾ വായിക്കുമ്പോൾ നല്ലപോലെ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെയുള്ളത് കാണുമ്പം ഇങ്ങനെ ധാരാളം പേര് സൊസൈറ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? ക്വസ്റ്റ്യൻസ്. ഹൗ ഡു യു നോ ദാറ്റ് രത്ന വാസ് എ ഗുഡ് ലിസണർ? ഷീ യൂസ്ഡ് ടു ഹിയർ ദം ഔട്ട് വിത്ത് പേഷ്യൻസ്, സിമ്പതി ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഇതാണ് ഒരു ഏറ്റവും വലിയൊരു ലിസണറിന് വേണ്ട കാര്യം. ഇതാണ് വിത്ത് പേഷ്യൻസ്, വിത്ത് സിമ്പതി, വിത്തൗട്ട് ജഡ്ജ്മെന്റ് and hear them out, means full story, don't break in between. And also another very important quality, she would not betray the confidence of people. ആരും വഞ്ചിക്കത്തില്ല. Second question, why did her colleagues trust Ratna? Her colleagues trusted Ratna. Why? Because they were sure that their words would be fully secure with her. സെക്യൂർ ആണ്, ലോക്കറിൽ വെക്കുന്നവരാണ്. ഒരു ലോക്കർ പോലെയായിരുന്നു അവരുടെ ഹൃദയം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു മാറ്റില്ല, അവിടെ തന്നെ. Then why did the author think of her grandfather and horrible? The author thought of her grandfather and horrible uncannily, in a strange way. Why? Because her grandfather was doing the same thing as Ratna was doing. Grandfather ചെയ്യുന്ന ജോലി രത്ന ചെയ്യുന്ന ജോലി ഒന്നായിരുന്നു. സോ therefore it happened. നമ്മൾ കഥയൊക്കെ കഴിഞ്ഞു വായിച്ചു കഴിഞ്ഞു. നല്ലൊരു കഥയാണ്, കൊച്ചു കഥയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ പാലൊളി വിതറാൻ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലേ? നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചന്ദ്രനെ കാണാം, നല്ല രസമാണ്. രാത്രി മഴയില്ലെങ്കിൽ നല്ല രസമാണ്. അപ്പം നോക്കുമ്പോൾ കാണുക ആ ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ഇരുട്ടത്ത് പ്രകാശം കൊടുക്കുന്നു. അതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മളും പങ്കുചേരാനും ഇടപെടാനും നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാനും. ഈവൻ വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത് ഈസ് നോട്ട് എ പ്രോബ്ലം. നമ്മളൊരു മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്ത് ലിസണിങ് ഈസ് പറഞ്ഞത് അതിനെന്തൊരു പൈസ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾ വലുതാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. വി വിൽ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് ടുമാറോ. ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന ഇതെല്ലാം കഴിഞ്ഞു. നമ്മളെങ്കിലും നമ്മൾ ഒന്നുകൂടെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പോകാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് നാളെ കാണാം. കാണുന്ന വരെ ടിൽ വി സി ബൈ. ഹാവ് എ നൈസ് ടൈം. എൻജോയ് യുവർ ലൈഫ്.